അപ്പോൾ മോർണിംഗ് 9 മണിക്ക് അവിടെ എത്തണം എന്നാണ് ഷെഫ് പറഞ്ഞിരുന്നത്. 10 മണിയായി. മേക്കപ്പ് ഒക്കെ കഴിഞ്ഞ് മഹാറാണികൾ അല്ല റാണി ഇപ്പോഴാണ് ഇറങ്ങിയത്. ചിരിച്ചു പിടിക്കുക ഇങ്ങനെ പിടിക്കും. അപ്പോൾ ഗൈസ്, അപ്പോൾ ഞങ്ങൾ ഇവിടെ വന്നതിൻ്റെ ഉദ്ദേശം നടപ്പിലാക്കാൻ പോവാണ്. മോർണിംഗ് ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോകുന്നത്. കമോൺ, നമുക്ക് പോകാം. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. ഇന്നലെ നന്നായിട്ട് ഫുഡൊക്കെ അടിച്ച് ഒരു രക്ഷയില്ലാണ്ട് നല്ല സുഖത്തിന് കിടന്ന് ഉറങ്ങിക്കൊണ്ടിരുന്ന സമയത്താണ് ആര് വിളിക്കുന്നത്? സായി കൃഷ്ണ വന്ന് വിളിച്ചു. പാതിരാത്രി ഞങ്ങൾ എങ്ങോട്ടോ പോയി വീണ്ടും വന്ന് കിടന്നുറങ്ങി. അതുകൊണ്ടാണ് ലേറ്റ് ആയത്. ഇനി ഷെഫ് അവിടെ വെയിറ്റിംഗ് ആണ്. നമുക്ക് ഇനി അവിടെ പറ്റില്ല. ആക്ച്വലി ഇങ്ങനത്തെ ഫുഡ് ഞാൻ ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യാൻ പോകുന്നത്. മര്യാദക്ക് സ്പൂണും ഫോർക്കും പിടിക്കാൻ അറിയാത്ത ആൾക്കാരാണ് ഞങ്ങളെല്ലാവരും. പക്ഷെ ഞങ്ങൾ അതിൻ്റെ ജാടയൊന്നും അവിടെ കാണിച്ചിട്ടില്ല. ഇനിയും അങ്ങനെ ജാടയൊന്നും കാണിക്കില്ല. എങ്ങനെയാണ് ഓരോരുത്തരും പഠിച്ചു വരുന്നത്. അതുകൊണ്ട് ഞങ്ങൾ പല കാര്യങ്ങളും പഠിക്കാനും എക്സ്പ്ലോർ ചെയ്യാനായിട്ടുള്ള യാത്രയുടെ തുടക്കമാണ് ഗൈസ് ഇത്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും വേണം. അതുകൊണ്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ, ഇതല്ല നമ്മുടെ ഷോപ്പ്. അയ്യോടാ, ഇതായിരുന്നു. അപ്പോൾ നമ്മുടെ ഒരു മിനിറ്റ്. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിനാൽ എല്ലാവർക്കും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യാൻ മറക്കരുത് പ്ലീസ്. അതൊരു റിക്വസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വേറെ ഏതെങ്കിലുമൊക്കെ സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സജഷൻ ചെയ്യാവുന്നതാണ്. മെസ്സേജ് അയക്കാൻ മറക്കരുത്. ഓക്കെ, ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി. ഞാൻ നോക്കാറുണ്ട്, പലരുടെയും DM റിപ്ലൈയും കൊടുക്കാറുണ്ട്. യെസ്, അപ്പം നമ്മൾ നമ്മുടെ കോഫി ക്രീമിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ പൊതുവെ 11 മണിക്കാണ് ഓപ്പണിങ്. അപ്പം നമുക്ക് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് തരാനുള്ളത് കൊണ്ട് മാത്രം ഷെഫ് 9 മണിക്ക് വരാൻ പറഞ്ഞു. അതുകൊണ്ട് ഷോപ്പ് ഓപ്പൺ ആയിട്ടില്ല. ഓക്കെ, അപ്പം നമുക്കിനി യെസ് ഗൈസ്, അപ്പം ഇതാണ് നമ്മുടെ ഷെഫ് വിനോദ് വരശ്ശേരി. ഹായ് ഷെഫ്. ഇതാണ് അപ്പോൾ നമ്മുടെ കോഫി ക്രീം. ഇപ്പോൾ ഷെഫ് ഇവിടെയാണ് കൂടുതൽ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ അറിയണം. കാരണം കേരളത്തിലെ തന്നെ എനിക്ക് തോന്നുന്നു വൺ ഓഫ് ദി ബെസ്റ്റ് ഷെഫാണ്. അപ്പോൾ ഇവിടുത്തെ ഷെഫിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, മെയിൻ ആയിട്ടുള്ള ഡിഷസ് എന്തൊക്കെയാണെന്നൊക്കെ എക്സ്പ്ലോർ ചെയ്യണം. ഇന്നിപ്പോൾ നമ്മൾ മോർണിംഗ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് രാവിലെ ചെയ്യുന്നത് മോർണിംഗ് ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ഒരു കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് കേരളത്തിൽ വളരെ കുറച്ച് സ്ഥലങ്ങളുള്ളൂ. നമുക്ക് കൊച്ചിയിലാണെങ്കിൽ ലീഡിങ് ചെയ്യുന്നത് ഫ്രഞ്ച് ടോസ്റ്റാണ്. കാലിക്കറ്റും ഡെയിലോഫിൽ ഞാൻ അസോസിയേറ്റ് പ്രൊജക്റ്റ് തന്നെയാണ്. നമുക്ക് മലപ്പുറത്ത് ആക്ച്വലി ആദ്യമായിട്ട് ചെയ്യുന്നത് കോഫി ക്രീമാണ്. അപ്പോൾ നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ. ഓക്കെ. നമ്മുടെ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് പകുതിയായിട്ട് ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഷെഫ് 1 by 1 ആയിട്ട് അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ ഗ്രനോല ബൗൾ. ഇതിനകത്ത് വരുന്നത് ബെറീസാണ്. ബെറി ട്രോപ്പിക്കൽ ഫ്രൂട്ട് ഗ്രനോല ബൗളാണിത്. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് പറയേണ്ടത് കുട്ട. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഗ്രീക്ക് യോഗട്ട്, ഗ്രനോല, സ്ട്രോബെറി, ഗ്രീൻ ആപ്പിൾ, ബനാന, പപ്പായ, ഓറഞ്ച് ആൻഡ് പോമഗ്രാനറ്റ്. ഇതെല്ലാം അടങ്ങിയിട്ടുള്ളൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ്. ഇത് പ്ലേറ്ററാണ്, ക്ലാസിക് ഫ്രഞ്ച് ബ്രേക്ക്ഫാസ്റ്റ് പ്ലേറ്ററാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് വരുന്നൊരു അടങ്ങിയിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ക്രംബിൾഡ് എഗ്, ഫ്രഞ്ച് ടോസ്റ്റ്, ഹാഷ് ബ്രൗൺ പൊട്ടാറ്റോസ്, ചിക്കൻ സോസേജ്, സ്പിനാച്ച്, ഗ്രിൽഡ് ടൊമാറ്റോസ്, ബേക്ക്ഡ് ബീൻസ്, ഗ്രിൽഡ് വെജ്, മിനി പ്ലെയിൻ ഒറിസൻസ്, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ചേർന്നിട്ടുള്ള പ്ലേറ്റർ. ഇതൊരു കിഡിലൻ സാൻഡ്വിച്ചാണ്. ഇതിൻ്റെ പേര് പോഷ് ചിക്കൻ ആൻഡ് ക്രീം ചീസ് ബാക്കിൽ സാൻഡ്വിച്ച്. നോക്കിക്കേ, ഇതിനകത്ത് എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് രക്ഷയില്ല. ഷെഫ് വന്നിട്ട് നമുക്ക് ഫുൾ ഇൻഗ്രീഡിയൻസും ഡീറ്റെയിൽസൊക്കെ ചോദിച്ചറിയാം. Hello guys, welcome to Coffee Cream. Enjoy all the best breakfast in town. Thank you.
അത് ഭയങ്കര സ്മൂത്തായിട്ടുള്ള അപ്പോൾ ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള പാൻ കേക്കാണ്. പിസ്താഷ്യോ ആൻഡ് ചോക്ലേറ്റ്. പിസ്താഷ്യോ ആൻഡ് ചോക്ലേറ്റ്. ഇതിൻ്റെ എങ്ങനെ ഇതിൻ്റെ ബേക്കിംഗ് കാര്യങ്ങളൊക്കെ ഇൻഗ്രീഡിയൻസും എന്താ പറയുക, അതിന് കുറേ വർഷത്തെ എക്സ്പീരിയൻസിൽ ഞാൻ തന്നെ ഇൻഗ്രീഡിയൻസിലും റെസിപ്പി ടിപ്പുകളുള്ളത് പാൻ കേക്കാണ്. ഇതിൻ്റെ പ്രത്യേകം ഭയങ്കര ഫ്ലഫിയാണ്. ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഇതിന് എന്താ പറയുക ഇതിൻ്റെ ഒരു സവിശേഷത തരുന്നത്. ഇപ്പോൾ റെസിപ്പി കേരളത്തിൽ കേരളത്തിലെ ഇൻഡസ്ട്രിന് ഇവിടെ ഉള്ളൂ. അതിന് ഈ റെസിപ്പി വരെ പോയില്ല. കാരണം ഞാൻ എൻ്റെ റെസിപ്പിയിൽ കുറേ മാറ്റങ്ങൾ ഞാൻ തന്നെ ചെയ്തതാണ്. നിങ്ങൾ കഴിക്കാൻ മനസ്സിലാവും അത്രയും ഫ്ലഫിയാണ്. ഞാൻ കിട്ടിയത് ഭയങ്കര ഫ്ലഫിയാണ്. ഈ ടൈപ്പ് ട്രൈ ചെയ്യുന്നത് ഇല്ല ഇത്രയും ഫ്ലഫി ട്രൈ ചെയ്തിട്ടില്ല. പറഞ്ഞ പോലെ തന്നെ ഭയങ്കര ഫ്ലഫിയാണ്, നല്ല ക്രീം. ഇതിൻ്റെ കുറേ കോമ്പിനേഷൻ ഉണ്ട്. ഞാൻ പൊതുവെ എൻ്റെ ഫുഡിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് ഫ്ലേവർ കോമ്പിനേഷൻ. ഇതിൽ തന്നെയല്ല ചോക്ലേറ്റ് മിൽക്ക് ചോക്ലേറ്റ് ഉണ്ട്, പിസ്താഷ്യോ ഫില്ലിംഗ് ഉണ്ട്, മാസ്കർപോൺ ക്രീം ഉണ്ട്, പിന്നെ ആൽമണ്ട് ക്രമ്പുണ്ട്, ചോക്ലേറ്റ് ക്രമ്പുണ്ട്. ഇതിൻ്റെ എല്ലാത്തിനും ഒരു കോമ്പിനേഷൻ ഉണ്ട്. ഞാൻ പറഞ്ഞിട്ട് ഒരു ആ കോമ്പിനേഷൻ സെറ്റ് ചെയ്യും. പിന്നെ ഞാൻ ഡെസേർട്ട് സെറ്റ് ചെയ്യണമെങ്കിലും സ്വീറ്റ് സവർ ക്രഞ്ചി എല്ലാം കൂടി മിക്സ് സെറ്റ് ചെയ്യും. നമുക്ക് ഇതിൽ ഷുഗറും അല്ലെങ്കിൽ ബേസായിട്ട് ഷുഗർ കണ്ടൻറ്റും അധികം നമുക്ക് ഫീൽ ചെയ്യില്ല. ഭയങ്കര ട്രൈ ചെയ്യാൻ പോകുന്നത് സാൻഡ്വിച്ച് ആണ്. ഇത് ആക്ച്വലി ന്യൂയോർക്ക് ബാഗൽ ക്രീം ചീസ് ബാഗൽസ് ആണ്. ഇത് നമ്മുടെ കോഫി ക്രീമിൻ്റെ സിഗ്നേച്ചർ ആൻഡ് ഫാസ്റ്റ് മൂവിങ്സ് ആണ് ബ്രേക്ക്ഫാസ്റ്റ്. നമ്മളത് കഴിച്ച് നോക്കിയാൽ കൂടുതൽ പറയാം. നമുക്കിപ്പം നമ്മൾ ഫ്രൈഡ് ഒക്കെ ഉണ്ട്. ഇതിൻ്റെ കഴിക്കുന്ന രീതി എന്താണെന്ന് പറഞ്ഞാൽ സയൻറ്റിഫിക്കലി ഇത് നമ്മൾ എടുത്തിട്ട് മുകളിൽ കഴിക്കും അല്ലേ, വെച്ചിട്ട് ഒരു ബർഗർ ഫീൽ ആണല്ലോ. പിന്നെ എന്തുകൊണ്ടാണ് സാൻഡ്വിച്ച് എന്നുള്ളത്? ഇത് ബർഗർ അല്ല, അതുകൊണ്ടാണ്. ഇത് ബാഗൽ നമ്മൾ വേറെ ബ്രെഡാണ്. ഇത് ബർഗർ അല്ല, ഇത് ബാഗൽസ് ആണ്. അമേരിക്കൻ ന്യൂയോർക്ക് ബാഗൽസ് ആണ്. ഇത് ബർഗർ അല്ല. ഇതിന് സെൻറ്ററിൽ ഹോൾ ഉണ്ടോ? ഇത് ആക്ച്വലി ബർഗർ എന്ന് പറഞ്ഞാൽ ബേക്കിംഗ് മെത്തേഡാണ്. ഇത് പോച്ചിങ് മെത്തേഡ്. അതായത് ഈ ബണ്ണുണ്ടാക്കിയിട്ട് നമ്മൾ ഓൾ നൈറ്റ് റെസ്റ്റ് കൊടുക്കും. നെക്സ്റ്റ് ഡേ അത് പോച്ച് വെള്ളത്തിൽ കുക്ക് ചെയ്തെടുക്കും, എന്നിട്ട് ബേക്ക് ചെയ്യും. അതാണ് അതിൻ്റെ നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് ആകുമ്പോൾ ഇവിടെ നിന്ന് നോക്കിയാൽ അറിയാം നല്ല രസമായിട്ട് ഇങ്ങനെ മാക്സിമം പ്രസ് ചെയ്യാം. ഓക്കെ, ഇതിന് മുകളിൽ വരും. എന്നിട്ട് ഇങ്ങനെ എടുക്കും, ബൈക്ക് ചെയ്ത് നന്നായിട്ട് പ്രസ് ചെയ്ത് വരുമ്പോൾ അതിൻ്റെ ആ ഒരു ചീസും അതുപോലെ തന്നെ നമ്മുടെ എഗ്ഗിൻ്റെ ഇതിൻ്റെ ഫില്ലിങ് ആക്ച്വലി പോച്ച് ചിക്കനാണ്. പോച്ചഡ് ഷ്രെഡഡ് ചിക്കനാണ്. ഓക്കെ, അപ്പോൾ സൈഡിൽ നിന്ന് തുടങ്ങാം. യൂറോപ്പിലൊക്കെ അടിപൊളി. ഈ ടൈപ്പ് എപ്പോഴെങ്കിലും കഴിച്ചിട്ടുണ്ടോ? ഈ ടൈപ്പ് സാൻഡ്വിച്ച് കാറ്റഗറിയിൽ കഴിക്കില്ല. ശരിക്കും ഭയങ്കര ഹെൽത്തി ഡ്രിങ്കാണ്. ഇതിൽ വരുന്ന സ്ട്രോബെറി, ബനാന, ചിയ സീഡ്, യോഗർട്ട്, ഹണി. ശരിക്കും ഇത് ഭയങ്കര പ്രൊഡക്റ്റീവാണ്. ഭയങ്കര പ്രൊഡക്റ്റീവാണ്. ഇതപ്പോൾ എങ്ങനെയാണ്, എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്? നൈഫ്
ഒരു പീസ് റോസിൻ്റെ എടുക്കുക, വായിലിടുക, കുറച്ച് സ്റ്റാമ്പ് എടുത്തിട്ട് ഒന്ന് ഫണ്ണി ആയിട്ട് കണ്ടേ ഫണ്ണി വലുതായിട്ടാണ് സ്റ്റാമ്പ് പിന്നെ ആക്ച്വലി ഈ മീനിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കാർബ്, പ്രോട്ടീൻ അങ്ങനെയുള്ള എല്ലാം കൂടി മിക്സ് ചെയ്താണ് പ്ലാറ്റർ എന്നൊക്കെ ഉണ്ടാവും. പ്രോട്ടീൻ എഗ് ഗ്രീൻ എല്ലാം ഒന്നും സെയിം ലൈനൊക്കെ വരയ്ക്കാനാണ് പറയുന്നത്. ലൈനൊക്കെ വരയ്ക്കാൻ പോവാണ്. ഈ ഏരിയ മാത്രം എല്ലാം കൂടി മിക്സ് ചെയ്ത് സംഭവിക്കുന്നത് പറഞ്ഞാൽ നമ്മുടെ ഇതിൻ്റെ കെമിക്കൽ പ്രോസസ്സാണ്. എല്ലാവർക്കും ഇതിന് യോഗട്ട് ഉണ്ടാവും, ബാക്ടീരിയാസ് ഉണ്ടാവും. പെട്ടെന്ന് അതിൻ്റെ ടേസ്റ്റിന് മക്കളൊന്നും പറയാനില്ല. അടിപൊളി ബ്രേക്ക്ഫാസ്റ്റാണ്. കേരളത്തിൽ ഭയങ്കര റെയറായിട്ട് കിട്ടുന്ന ഒരു ഡിഷസാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പറയുന്നുണ്ട്, കഴിക്കുന്നുണ്ട്, അത്ര അടിപൊളിയാണ്. മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ നമ്മൾ സെപ്പറേറ്റ് കഴിക്കുന്നതിനേക്കാളും ഒന്നിച്ച് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഹാഫ് കഴിക്കുമ്പോഴേക്കും ഞാൻ ടേസ്റ്റ് മാറും. എല്ലാം തന്നെ ഫ്രൂട്ട്സ് ഉണ്ട്, യോഗട്ട് ഉണ്ട്, അപ്പോൾ എല്ലാം ടേസ്റ്റ് വ്യത്യാസം. ഇത് ആക്ച്വലി നമുക്ക് ഇവിടെ 4 തരം ഫ്രഞ്ച് ടോസ്റ്റ് ഉണ്ട്. എല്ലാം സിഗ്നേച്ചറാണ്. ഇതിൻ്റെ പേര് നമുക്ക് സിഗ്നേച്ചർ ടോസ്റ്റ് തന്നെയാണ്. ഇതിനിടയ്ക്ക് ഫില്ലിംഗ്, മാസ്റ്റർബോണിൻ്റെ ഫില്ലിംഗ് ഉണ്ട്. ഫില്ലിംഗ് വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. കഴിക്കുന്ന രീതി ആദ്യം കഴിക്കണം. മോളിങ്ങനെ വെച്ചോ. ഒരു മിനിറ്റ്, നല്ല സ്മൈലിംഗ് ഓക്കെ റെഡി. ഒരു ഒഴിക്കാൻ നല്ല രസമുണ്ട്. ഇതുപോലെ സ്ട്രോബെറി, ഇത് എന്ത് ക്രീമാ? സ്ട്രോബെറി സ്ട്രോബെറി ഇല്ല, അതിൻ്റെ കോമ്പോട്ടാണ്. സ്ട്രോബെറി ഷുഗറും കൂടി റേഷ്യോയിൽ ഉണ്ടാക്കിയ കോമ്പോട്ടാണ്. ഒരു നൈഫ് നൈഫ് കട്ട് ചെയ്തു വെറുതെ പിടിച്ചോ, വെറുതെ സെൻറ്റർ നേരെ ആദ്യമായിട്ടാണ് ഞാൻ ഒരു ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. നിങ്ങൾ കട്ട് ചെയ്ത് ഇത് കഴിച്ചോ. ചെറിയ പീസിലൊക്കെ കഴിക്കില്ല, ഞാൻ വലിയ പീസിലെ കഴിക്കും. എക്സ്പ്രഷൻ കിട്ടാം. എൻറ്റയർലി ഡിഫറെൻറ്റ്. നമ്മൾ നേരത്തെ കഴിച്ചിട്ടുണ്ടോ? അത് സാധാരണ ക്ലാസിക്കാണ്, പ്ലെയിൻ ആണ്. ഇതിൽ എനിക്ക് ക്രീം ഭയങ്കര ഇഷ്ടമായി. ആ ഫില്ലിങ് ഇതിൽ ഫീൽ ചെയ്യുന്നുണ്ട്. അതൊക്കെ മാസ്റ്റർബോൺ ഇറ്റാലിയൻ ചീസ്, ഇറ്റാലിയൻ ചീസിൻ്റെ ഫില്ലിംഗ് അതാണ് ഇതിനെ ആക്ച്വലി ഇതിൻ്റെ ഒരു സ്നാഷ്. അടിപൊളി. ഇത് സൂപ്പറാണ്, ഇതൊന്നും പറയല്ല. ഇതിൻ്റെ ചീസ് അടിപൊളിയാണ്. എന്തായാലും നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യണം. തീർച്ചയായിട്ടും എല്ലാവരും നമ്മുടെ കോഫി ക്രീമിൽ വരണം, ഷെഫിനെ പരിചയപ്പെടണം. ഷെഫിനെ അടുത്തിരുത്തിക്കൊണ്ട് നിങ്ങൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. ഒന്നും പറയാനില്ല ഷെഫ്, ഭയങ്കര അടിപൊളി. എത്ര പെട്ടെന്ന് കൊച്ചിയിൽ വരണം, കൊച്ചിയിൽ ഒരു അവസരം സ്റ്റാർട്ട് ചെയ്യണം. അടിപൊളി. നിങ്ങൾ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടാവില്ല മലപ്പുറത്ത് ഇത്രയും നല്ല ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ്? ഇല്ല ഞങ്ങൾ കൊച്ചിയിലാണ് പൊതുവേ കോമൺ ആയിട്ടല്ല, ഏറ്റവും കൂടുതൽ വെറൈറ്റി ഫുഡ് വരുന്ന ഒരു സ്പോട്ട് കൊച്ചിയാണ്. പക്ഷേ ഇത് ടാർഗറ്റ് അതിന് പറഞ്ഞില്ല. ആ സംഭവം ആക്ച്വലി ഇപ്പോൾ കൊച്ചിയിലെ കാലിക്കറ്റിൽ അതൊക്കെ അവരുടെ ഫോക്കസ് മലപ്പുറത്തേക്ക് കൊണ്ടുപോകണം ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും പറയാനില്ല, എല്ലാം അടിപൊളിയാണ്. നിങ്ങൾ ക്യാമറ ഓഫ് ചെയ്തിട്ടാണോ ഇത് നല്ലപോലെ എൻജോയ് ചെയ്ത് കഴിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഷെഫ് എന്തെങ്കിലും പറയാനെങ്കിൽ നമ്മളോട്
അപ്പോൾ നിങ്ങൾ എല്ലാവരും വരിക, കോഫി ഗ്രൂപ്പിലേക്ക് വരിക. ആക്ച്വലി ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും നമ്മൾ വ്യത്യസ്തമായിട്ട് ചെയ്യുന്നത്. ഒരുപാട് പേര് ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ നമ്മളെല്ലാവരും അപ്ഡേറ്റ് ഫോമിലേക്ക് കൊണ്ടുപോകാൻ നോക്കുന്നത്. നമുക്ക് ഫ്രഞ്ച് പേസ്ട്രീസുകൾ അവൈലബിൾ ആണ്, അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ ബേക്സ് ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ മറ്റുള്ളവരൊക്കെ ചെയ്യാൻ പലരും റിസ്ക് എടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്, പക്ഷേ വളരെ റിസ്ക് എടുക്കുന്നതൊക്കെ ചെയ്യുന്നത്. ഇത് നമുക്കിപ്പോൾ ന്യൂലി ബിസ്ക്കറ്റ് ലോഞ്ച് ആയിട്ടുണ്ട്. അതും അതിൻ്റെ ഒരു എന്താ പറയുക സ്ട്രഗിൾ വളരെ ചെയ്യും, ഈസി ആയിട്ട് ആക്ച്വലി. അതുപോലെ തന്നെ പുതിയ മെനു ലോഞ്ച് ആകുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും വരിക, എസ്പെഷ്യലി നമ്മുടെ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ട്രൈ ചെയ്യുക. ഓക്കെ, താങ്ക് യു. ഇനി ബിസ്ക്കറ്റ് ഉണ്ട്, ബിസ്ക്കറ്റിന്റെ സെഷൻ നമ്മൾ അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. അതാണ് മസ്റ്റ് സംഭവം. അപ്പോൾ നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു ഷെഫ്.